പുതിയ KPCC അധ്യക്ഷൻ ഏത് സമയവും ഉണ്ടാകുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ചർച്ചകൾ ഇനിയും ഉണ്ടായേക്കാം. ഒരാൾക്ക് ഒറ്റ പദവി എന്നതൊന്നും കോൺഗ്രസിന്റെ ഭരണഘടനയിൽ ഇല്ല. ഒന്നിലധികം പദവികൾ വഹിച്ച ആളുകളുണ്ട് എന്നും സണ്ണി ജോസഫ്. KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കാത്തതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ എന്ന് മന്ത്രി കെ മുരളീധരൻ. തൽക്കാലം ഇങ്ങനെ തുടരട്ടെ, മറ്റ് ചർച്ചകൾ നടക്കട്ടെ എന്നും കെ മുരളീധരൻ. മെസ്സിയെ കൊണ്ടുവരാൻ എന്ന പേരിൽ GST വെട്ടിപ്പ് നടന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ. മെസ്സിയുടെ പേരിൽ പുട്ടടിച്ച കാര്യം പുറത്തുവരും. നിയമം ലംഘിച്ചവർക്കെതിരെ കർശന നടപടി ഉറപ്പെന്നും മന്ത്രി. നടൻ VK ശ്രീരാമനെതിരെ പുലിക്കളി സംഘാടക സമിതി ജനറൽ സെക്രട്ടറി K കേശവദാസ്. പുലികളിയെ അധിക്ഷേപിച്ച് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതിഷേധാർഹമാണ്. പോസ്റ്റ് പിൻവലിച്ച കലാകാരന്മാരോടും പൊതുസമൂഹത്തോടും മാപ്പ് പറയണം. VK ശ്രീരാമന്റെ ഉദ്ദേശം മനസ്സിലാകുന്നില്ല എന്നും പുലിക്കളി സംഘാടക സമിതി. കണ്ണൂർ മാലൂരിൽ കൃഷിയിടത്തിൽ പുലി കുടുങ്ങി. പറമ്പിലെ പന്നിക്കണിയിലാണ് പുലി കുടുങ്ങിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. തൃശൂർ പന്നിത്തടത്ത് ഒരു മാസം നീളുന്ന വീട്ടകം മൗലീദ് മജ്ലിസുകൾക്ക് തുടക്കം. റബീഉൽ അവൽ മാസത്തിലെ മിലാദ് ആഘോഷങ്ങളുടെ ഭാഗമായാണ് മൗലീദ് സദസ്സുകൾ നടത്തുന്നത്. മഹല്ലിലെ 30 വീടുകളിലായി സംഘടിപ്പിക്കുന്ന സ്നേഹ സദസ്സുകൾ ശ്രദ്ധേയമാണ്. തൃശൂർ വേലൂരിൽ ആടുകളെ മോഷ്ടിക്കാനെത്തിയ സംഘത്തെ നാട്ടുകാർ കയ്യോടെ പിടികൂടി. ഓട്ടോയിൽ എത്തിയ സംഘമാണ് മോഷണത്തിന് ശ്രമിച്ചത്. ആടുകളെ വാഹനത്തിൽ കയറ്റുന്നതിനിടെ ശബ്ദം കേട്ട് നാട്ടുകാർ പിടികൂടുകയായിരുന്നു. ഒറ്റപ്പാലം സ്വദേശികളായ 4 പേരാണ് പിടിയിലായത്. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് തിരുവാഴിയോട് കണ്ടെയ്നർ ലോറി ആളുകൾക്കിടയിലേക്ക് പാഞ്ഞു കയറി ഒരു സ്ത്രീക്ക് ഗുരുതര പരിക്ക്. റോഡരികിൽ നിന്നിരുന്ന 2 കുട്ടികളും 2 സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടയിലേക്കാണ് ലോറി പാഞ്ഞു കയറിയത്. തൃശൂർ വാണിയംപാറയിൽ വ്യത്യസ്ത ഇടങ്ങളിൽ 2 അപകടങ്ങൾ. വാണിയംപാറ ബസ് സ്റ്റോപ്പിന് സമീപം ആണ് 2 വാഹനാപകടങ്ങൾ ഉണ്ടായത്. തൃശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയ പാഴ്സൽ ലോറി അപകടത്തിൽപ്പെട്ടു. പാലക്കാട് നിന്ന് തൃശൂരിലേക്ക് വന്നിരുന്ന പിക്കപ്പ് വാനും അപകടത്തിൽപ്പെട്ടു. ഡ്രൈവർമാർ ഉറങ്ങിപ്പോയതാണ് 2 അപകടങ്ങൾക്കും കാരണം. കാസർഗോഡ് MG റോഡിലെ വാഹനാപകടത്തിൽ ലോറിക്കടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ വ്യാപാരി മരിച്ചു. ബാങ്കോട് സ്വദേശി ഹനീഷാണ് മരിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 50 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടി. ഓണം ലക്ഷ്യമിട്ടായിരുന്നു വ്യാജവാറ്റ്. സംഭവത്തിൽ ആരെയും പിടിച്ചിട്ടില്ല. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭിന്നശേഷിക്കാരനായി 21-കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ 3 പേർ പിടിയിൽ. നെയ്യാറ്റിൻകര അവണാങ്കുഴി സ്വദേശികളായ റംസി, ജിത്തു, അരുൺജിത്ത് എന്നിവരാണ് പിടിയിലായത്. കേരളത്തിലെ തീരദേശത്ത് കള്ളക്കടൽ മുന്നറിയിപ്പ്. വൈകിട്ട് 5:30 വരെ 1.1 മുതൽ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ആനക്കൂട്ടത്തിന് കടന്നുപോകാൻ രാജധാനി എക്സ്പ്രസ് നിർത്തിക്കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗം. അസമിലാണ് ആനക്കൂട്ടത്തിന് റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കാനായി ട്രെയിൻ നിർത്തിയിട്ടത്. അസം വനം വകുപ്പിന്റെ ലെങ്ക റേഞ്ചിലെ ഉദ്യോഗസ്ഥരുടെ സമയോചിത ഇടപെടൽ മൂലം വൻ അപകടം ഒഴിവായി. ഇന്ത്യയിലെ US അംബാസഡറുടെ കശ്മീർ പരാമർശത്തിൽ US സ്ഥാനപതിയെ വിളിച്ച് പ്രതിഷേധമറിയിച്ച് പാകിസ്ഥാൻ. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമെന്ന ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോറിന്റെ പ്രസ്താവനയാണ് പാകിസ്ഥാനെ ചൊടിപ്പിച്ചത്. സമാധാനം നിലനിർത്താൻ കേന്ദ്ര സർക്കാരും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ ശ്രമങ്ങളും അങ്ങേയറ്റം പ്രശംസനീയമെന്ന് സെർജിയോ. കശ്മീർ സന്ദർശനത്തിന് നിലവിലുള്ള പ്രതികൂല യാത്രാ മുന്നറിയിപ്പ് അമേരിക്ക പുനഃപരിശോധിക്കുമെന്ന സൂചനയും അദ്ദേഹം നൽകി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.